എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം രഞ്ജു വർക്കേരിയെ പോയി മാവ് എടുത്തോണ്ട് വരികയാണ്. ആ മാവിനകത്താണ് വരണ ആ കൊടും ക്രൂരത ചെയ്തു വെച്ചിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കാനായിട്ട് ഉള്ള ആ ഒരു പൊടി അതിനകത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ രഞ്ജു അതെടുത്തോണ്ട് അങ്ങോട്ടേക്ക് വരുന്ന സമയത്താണ് മുറ്റത്തൊരു കാറ് വന്നിക്കണേ. അതിനകത്തൊന്ന് വിജയലക്ഷ്മി ഇറങ്ങുവാണ്. വിജയലക്ഷ്മി ഇറങ്ങി അങ്ങോട്ടേക്ക് കയറി വരുക. വിജയലക്ഷ്മിനെ കണ്ടതും ഒരു നിമിഷം എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി രഞ്ജു പെട്ടെന്ന് എന്ത് ചെയ്യണം, ആ മാവൊക്കെ അവിടെ വെച്ചിട്ട് അമ്മയെന്ന് വിളിച്ച് ഓടി അങ്ങ് ചെലവാണ്. അപ്പോഴേക്കും ഗീതവും ഗോവിന്ദും ഇത് കണ്ടു. ഗീതിന് സന്തോഷമായി. ആഹാ, അമ്മ വന്നല്ലോ എന്ന് പറയണം. അപ്പൊ കയ്യിനകത്തൊരു കവറുണ്ട്. ഇതെന്താ അമ്മേ, സ്പെഷ്യലായിട്ട് എന്തോ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നില്ലോ എന്ന് പറയാം. അതെ, ഞാൻ സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാന്ന് പറയണം. എന്താ കാണട്ടെ എന്ന് പറയണം. അങ്ങനെ രഞ്ജു അത് വാങ്ങിക്കുവാണ്. വാങ്ങിച്ച് നോക്കിക്കഴിയുമ്പോ വെജിറ്റബിൾ ഓംലെറ്റ്. ആഹാ, കൊള്ളാലോ, വെജിറ്റബിൾ ഓംലെറ്റ് ഒക്കെ ആയിട്ടാണ് അമ്മ വന്നിരിക്കുന്ന പറയാം. അത് പിന്നെ ഇവിടെ 3 ഗർഭിണികളല്ലേ, നിങ്ങൾക്ക് വെജിറ്റബിൾ ഓംലെറ്റ് കഴിക്കാൻ കൊതിയാന്ന് എനിക്ക് അവിടെ ഇരുന്നപ്പം മനസ്സിലായി. അതുകൊണ്ട് അതും ഉണ്ടാക്കി ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു പറയണം. ഇനിയിപ്പം അവിടെ ഇരിക്കുന്ന ഉണ്ടാക്കേണ്ട കാര്യമല്ലോ, ആ പാത്രത്തിനകത്ത് ആവശ്യത്തിന് മിച്ചം ഉണ്ടാക്കിക്കൊണ്ടാണ് വിജയലക്ഷ്മി വന്നിരിക്കുന്നത്. ആ സമയം ഗീതവും ഗോവിന്ദും കൂടെ പരസ്പരം നോക്കുകയാണ്. പിന്നീട് രഞ്ജുവിനുള്ളത് രഞ്ജു എടുത്തോളം കൂടെ പോവാം. ആ സമയം രേഖയുടെ രഞ്ജു പോയി വിളിക്കുന്നുണ്ട്. പിന്നീട് രേഖയോട് പറഞ്ഞു, അതെ വെജിറ്റബിൾ ഓംലെറ്റ് അമ്മ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാം, കുറച്ച് കഴിച്ചു നോക്കാൻ പറയണം. അങ്ങനെ രേഖയ്ക്കും എടുത്തു കൊടുത്തു. രേഖയും ഭയങ്കര സന്തോഷമായി. രേഖ കഴിക്കുകയാണ്. ആ സമയം ഗീതനോട് ചോദിച്ചു, അല്ല നിനക്ക് വേണ്ടേന്ന് ചോദിക്കുകയാണ്. ഈ സമയം ഗോവിന്ദനാണ് ആകെപ്പാ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഗോവിന്ദൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗോവിന്ദൻ പെട്ടെന്ന് അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങിയപ്പോ ഗീത ആ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. പോവല്ല എന്നുള്ള അർത്ഥത്തില്. പിന്നീട് വിജയലക്ഷ്മി, ഓ ഇനിയിപ്പം ഞാനുണ്ടാക്കിക്കൊണ്ട് വന്നുകൊണ്ട് കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ചോദിക്കാം. ഇത് കേട്ടതും ഗീത പറഞ്ഞു, എന്താമ്മ ഇങ്ങനെയൊക്കെ പറയണേ എന്ന് പറഞ്ഞുകൊണ്ട് ഗീത ഒരു പാത്രത്തിനകത്ത് എടുക്കുകയാണ്. ഈ സമയം ഗോവിന്ദൻ ഇങ്ങനെ നോക്കിയിരിക്കുക. ഗീതൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഗീതു പെട്ടെന്ന് ഇച്ചിരി മുറിച്ച് ആദ്യം കഴിക്കാൻ തുടങ്ങി. കഴിക്കാനായിട്ട് അങ്ങ് തുടങ്ങുകയാണ്. പെട്ടെന്ന് ഗോവിന്ദന്റെ കാര്യത്തെ ഇച്ചിരി അങ്ങ് കൊടുക്കുകയാണ്. ഗോവിന്ദ ആദ്യം ഒന്നും സ്വീകരിക്കാൻ തയ്യാറായില്ല. പിന്നീട് ഗോവിന്ദ് വാതർന്നു. ഗീത വായിലേക്ക് വെച്ചു കൊടുത്തു. ഈ കാഴ്ച കണ്ടതും വിജയലക്ഷ്മിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. കാരണം താൻ ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഫുഡ് അവൻ കഴിച്ചല്ലോ എന്നൊരു സന്തോഷം. ഗീത പറഞ്ഞു, എന്താ കണ്ണേട്ടാ എങ്ങനെയുണ്ട്, കൊള്ളാവോ, ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മണി അയ്യരുടെ കടയിൽ കിട്ടുന്ന പോലെ അതേ രുചിയുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിജയലക്ഷ്മിക്ക് സന്തോഷമായി. ഗീത പറഞ്ഞു, സൂപ്പർ ടേസ്റ്റ് ഉണ്ട്, ഞങ്ങൾ ഉണ്ടാക്കിയായിരുന്നെങ്കിൽ ഇത്ര ടേസ്റ്റ് ഒന്നും ഇവിടെ വരത്തില്ലായിരുന്നു പറയണം. അപ്പോഴേക്കും രഞ്ജു ഇറങ്ങി വന്നു. കൊള്ളാമേ, നല്ല പൊള്ളി ടേസ്റ്റ് ഒക്കെയാന്ന് പറയണം. എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു അവർക്ക്. പിന്നീട് വിജയലക്ഷ്മി എല്ലാം കൂടെ സംസാരിക്കുന്നുണ്ട്. കുറെ സമയം സംസാരിച്ചിരിക്കുകയാണ്. ഈ സമയം ഇതൊന്നും മുകളിലിരുന്ന വരുണ രാധികാമയായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് രേഖ മുറിയിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ രാധികാമനെ കണ്ടു വരുണിന്റെ അടുത്ത്. പിന്നീട് രേഖ പറഞ്ഞു, അതെ താഴെ വിജയലക്ഷ്മി അമ്മ വന്നിട്ടുണ്ടെന്ന് പറയണം. വിജയലക്ഷ്മിയോ? അതെ. അല്ല അവളെ ഈ വീട്ടിലേക്ക് ഗോവിന്ദ് കയറ്റുമെന്ന് ചോദിക്കാം. അതിനിപ്പോ എന്തിനാ കയറ്റാനായിട്ട്? ഓഹോ, അപ്പൊ അങ്ങനെയല്ലേ. ആകെപ്പാടൊരു വെപ്രാളം വിഷമമൊക്കെ ആയിപ്പോയി രാധികാമ്മയ്ക്ക്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ കേട്ടണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു രഹസ്യം കാണാതിരിക്കില്ലല്ലോ. അല്ല അതിന് അവളുമായിട്ട് ദേഷ്യമില്ലായിരുന്നോ ഗോവിന്ദന്? പിന്നെ എങ്ങനെ ശരിയായെന്ന് ചോദിക്കാം. അത് പിന്നെ ലച്ചുമോളെ ഓർത്തിട്ടാന്ന് പറയണം. ലച്ചുമോളാ? അതേത് മോളാ? അത് പിന്നെ ഗീതുവിന്റെ ഗോവിന്ദന്റെ കുഞ്ഞ്, ഗീതുവിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ലച്ചുമോളാന്ന് അവര് വിളിക്കണേന്ന് പറയാം. അതുകൊണ്ട് വിജയലക്ഷ്മിയാണ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവരെ അകത്തേക്ക് കയറ്റിയെന്ന് പറയാം. ലച്ചുമോളെ ഓർത്തിട്ട് മാത്രമാണെന്ന് പറയണം. അത് മാത്രമല്ല, ലച്ചു എന്നുള്ള പേര് വിജയലക്ഷ്മിയുടെ, ലക്ഷ്മി എന്നുള്ളതിന്റെ ചെല്ലപ്പേരാണ് ലച്ചു എന്നുള്ളതെന്ന് പറയാം. രാധികാമ്മയ്ക്ക് ഇതിൽ പോലെ അടി കിട്ടാനില്ലായിരുന്നു. കാരണം രാധികാമ്മ വിചാരിച്ചോണ്ടെന്ന് തന്റെ പേര് കൂട്ടിയുള്ള എന്തെങ്കിലും ഒരു പേര് ഒന്ന് കുഞ്ഞിനിടുമെന്ന് ഓർത്തെ. പക്ഷെ വിജയലക്ഷ്മിയുടെ പേര് കൂട്ടിയുള്ള പേരെ ഇട്ടേന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം രാധികാമ്മയ്ക്കിട്ട് കാരണം തടി ഏറ്റവുമല്ലേ പോയി. ആ സമയം വരും പറഞ്ഞു, കേട്ടില്ല അമ്മേ, അമ്മ ഇപ്പൊ പുറത്തായി കണ്ടില്ലേന്ന് ചോദിക്കണം. ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്നൊക്കെ പറയാണ്. പിന്നീട് രാധികാമ്മ അങ്ങോട്ടേക്ക് വരുവാണ്. രാധികാമ്മ അങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഗോവിന്ദും ഗീതവും വിജയലക്ഷ്മിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടത് രാധികാമ്മയ്ക്ക് സഹിച്ചില്ല. ഓഹോ, അപ്പൊ തന്നെ ഒഴിവാക്കിയിട്ട് 3 പേരും കൂടെ ചേർന്ന് എന്തൊക്കെയോ ഗൂഢാലോചന നടത്താം. ഇതിങ്ങനെ മുന്നോട്ട് പോയി ശരിയാകത്തില്ല. ഒരു കാരണവശാലും കണ്ണനും അവരും കൂടെ അടുക്കാൻ പാടില്ല. അങ്ങനെ അടുത്ത തന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിയും എന്നൊരു ചിന്ത രാധികാമ്മയുടെ മനസ്സിലുണ്ടാവണം. പിന്നീട് വിജയലക്ഷ്മി രഞ്ജുവിന്റെ അടുത്തേക്ക് പോവാണ്. രഞ്ജു വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കും രാധികാമ്മ നേരെ ഗോവിന്ദന്റെ അടുത്തേക്ക് എന്നിട്ട് കണ്ണ ഇങ്ങോട്ട് വരാൻ പറയണം. എന്താ എന്താ കാര്യം ചോദിക്കാം. അല്ല നീ എന്തിനാ ആ സ്ത്രീയെ ഇവിടെ കയറ്റിയെന്ന് ചോദിക്കാം. ഏത് സ്ത്രീയെ? അല്ല വിജയലക്ഷ്മിനെ. ഓ അതാണ് അമ്മയ്ക്ക് കാര്യം. അല്ല എന്താ അമ്മ, എന്താ അമ്മയുടെ പ്രശ്നം എന്താന്ന് ചോദിക്കും.
അല്ല അവരെ ഇങ്ങോട്ട് കയറ്റേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവരിപ്പൊ എന്ത് കാണാൻ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം. അവർക്ക് പിന്നെ അവരുടെ മോളെ കാണണമെന്നില്ലേ, രഞ്ജുവിനെ കാണണമെന്നില്ലേ, പിന്നെ ഗീതുവിനെ കാണണം. 2-3 ഗർഭിണികളല്ലേ വീടല്ലേ എന്ന് ചോദിക്കണം. ഓ, അപ്പൊ അതുകൊണ്ട് വന്നായിരിക്കും. അതുകൊണ്ട് വന്നല്ല, ഇതേ വെജിറ്റബിൾ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കൊണ്ടേ കൊടുക്കാനായിട്ട് വന്നാ. മുമ്പ് ഞാൻ കണ്ടായിരുന്നു ഇവിടെ വെജിറ്റബിൾ ഓംലെറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതെ കാഞ്ചിനെയും അമ്മയൊക്കെ മൂക്കുമുട്ട വെട്ടി വിഴുങ്ങി. എന്നിട്ടോ അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ ഗീതുവിനും 3 രഞ്ജുവിനും ജയയ്ക്ക് 3 ഗർഭിണികളുണ്ടായിട്ട് അവർക്കൊരു ഇത്തിരി പോലും കൊടുത്തില്ല. എങ്കില് അത് കഴിക്കണ സമയത്ത് ഗർഭിണികളുണ്ടല്ലോ, അവർക്ക് കൊതിയാണല്ലോ എന്ന് വിചാരിക്കണ്ടായിരുന്നു. അവര് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് അമ്മ മൂക്കുമുട്ട കഴിച്ചിട്ട് അമ്മയിരുന്നു. അമ്മ ഒന്നുമല്ലേ, ഒരു സ്ത്രീയല്ലേ, അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ. അമ്മ എപ്പോഴും ചിന്തിക്കുന്ന അമ്മയുടെ പേരക്കുഞ്ഞിനെ കുറിച്ച് മാത്രം, അല്ലെങ്കിൽ ഇത് എന്റെ കുഞ്ഞിനെ കുറിച്ച് മാത്രമായിരിക്കും അമ്മയുടെ മനസ്സിൽ. പക്ഷെ ഇപ്പൊ ആ വന്നിരിക്കുന്ന സ്ത്രീ ഉണ്ടല്ലോ, അവര് ചിന്തിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ, ഈ വീട്ടിൽ പിറക്കാൻ പോകുന്ന എല്ലാ കുഞ്ഞുങ്ങളെ കുറിച്ചും അവരുടെ സ്വന്തം കുഞ്ഞായിട്ട് അവര് കരുതുന്നത്. അതുകൊണ്ടാണ് 3 പേർക്കും 3 ഗർഭിണികൾക്കുമായിട്ടുള്ള ആഹാരം കൊണ്ടുവന്നിരിക്കുന്നത്. അമ്മ എപ്പോഴും അമ്മയുടെ സ്വന്തം കാര്യം മാത്രം നോക്കുള്ളൂ. പക്ഷെ എങ്കിൽ അവരങ്ങനെയല്ലെന്ന് പറയണം. ഇതിപ്പോ ഒരാളെ രാധികാമ്മയ്ക്ക് കിട്ടാനില്ല. രാധിക പറഞ്ഞു, അല്ല അത് പിന്നെ കണ്ടാ ഞാൻ കൂടുതലൊന്നും പറയണ്ടമ്മേ. ഈ ഒരൊറ്റ കാര്യം മതി ഓരോരുത്തരുടെ സ്വഭാവം മനസ്സിലാക്കാനായിട്ട്. അമ്മയ്ക്ക് എപ്പോഴും അമ്മയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം, അമ്മയുടെ കാര്യങ്ങളെല്ലാം നടക്കണം. അതുകൊണ്ടാണ് ഇന്നിങ്ങനെ സംഭവിച്ചേ. അവര് 3 ഗർഭിണികള് അവർക്ക് വ്യാഖ്യാനമുള്ളതുകൊണ്ടാണ് അവര് വെജിറ്റബിൾ ഓംലേറ്റ് കഴിക്കാൻ കൊതിച്ചേ. അവസാനം അവർക്ക് ഒരു നുള്ളെങ്കിലും കൊടുത്തോന്ന് ചോദിക്കുക. ആദ്യം കയറിയിരുന്ന് എല്ലാരും കൂടെ വെട്ടി വിഴുങ്ങില്ലെന്ന് ചോദിക്കുക. 2 അടി കാരണത്തടിച്ച രാധികാമ്മയ്ക്ക് ഇത്ര വിഷമം വരില്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അവസാനം രാധികാമ്മ നാണം കെട്ട് അങ്ങോട്ടേക്ക് പോവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയില്. പിന്നീട് രഞ്ജുവിന്റെ അടുത്ത് വിജയലക്ഷ്മി വന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട്? ഓ, കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ ഹാപ്പിയാന്ന് പറയണം. അമ്മയ്ക്കോ, നീ ഇല്ലാത്തതിന്റെ ഒരു വിഷമമുണ്ടെന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, നിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നിൽക്കും. വേണ്ട അമ്മ, ഞാൻ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവുമല്ലോ. ഇവിടെ ഇപ്പം ഞങ്ങൾ ഗർഭിണല്ലേ, എല്ലാവരും കൂടെ കൂടിയിട്ട് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ച അടിപൊളി അമ്മയെന്ന് പറയണം. അത് കേട്ടതും വിജയലക്ഷ്മിക്ക് സന്തോഷമായി. അവളിവിടെ ഹാപ്പിയാണല്ലോ, അത് മാത്രം അറിഞ്ഞാൽ മതി. അവൾക്ക് ഒരു ആപത്തും ഒരിക്കലും സംഭവിക്കരുത്. പിന്നീട് പോകാൻ നേരം ഗീതുവിനെ വിളിച്ച് ഉപദേശിക്കുന്നൊക്കെ ഉണ്ട്. അവളെ നന്നായിട്ട് നോക്കണം, അറിയാലോ അവളുടെ കാര്യങ്ങൾ. അവൾക്ക് ഇത്തിരി പിടിവാശിയും കാര്യങ്ങളൊക്കെ കൂടുതലാ. അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട. ഇപ്പൊ അവൾക്ക് ആ പഴയ പിടിവാശിയും കാര്യങ്ങളൊന്നും ഇല്ല. അവള് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുന്നു പറയാം. ധ്യാനം വരുന്നോടം വരെ നമ്മൾക്ക് അവളെ ഇവിടെ നിർത്തിയാൽ മതിയാവുള്ളൂ. അതുകൊണ്ട് അറിയാലോ, ഒരു കാരണവശാലും ഒന്നും സംഭവിക്കാൻ പാടില്ല. അതിനുമുമ്പ് ഡോക്ടറെ ഒന്ന് പോയി കാണണം, ഡോക്ടറോട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. എത്രയും പെട്ടെന്ന് തന്നെ രഞ്ജുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്ന് പറയാം. കാരണം കുഞ്ഞു വയറ്റിൽ കിടന്ന് വളർന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ അത് വളരുന്ന സമയത്ത് രഞ്ജുവിന് എന്തെങ്കിലും ആപത്തുണ്ടോ എന്ന് അറിയത്തില്ല. ഇപ്പൊ സിറ്റുവേഷൻ ഒന്നും വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കണേ. പക്ഷെ വരുന്ന സമയങ്ങളിൽ എന്തായി തീരും, എങ്ങനെയായി തീരും എന്നും അറിയത്തില്ല. ധ്യാനം കൂടെ വരുവാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ധ്യാനം കൂടെ ഇല്ലല്ലോ, അതിൻ്റെതായ ഒരു വിഷമം ഉണ്ടായിരുന്നു വിജയലക്ഷ്മിയുടെ ഉള്ളില്. പിന്നീട് വിജയലക്ഷ്മി അങ്ങോട്ട് പോവാണ്. പോയി കഴിയുമ്പോഴത്തേനും ഗീത അകത്തേക്ക് കയറി വന്നു. അപ്പോഴെങ്കിൽ രാധികാമ്മ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. രാധികാമ്മയെ കണ്ടത് ഓ, എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. ഓ, വിജയലക്ഷ്മി അമ്മ ഉണ്ടായിക്കൊണ്ടുവന്ന ഓംലേറ്റിന് മണിയായുടെ കടയിൽ നിന്ന് കിട്ടുന്നേക്കാളും ടേസ്റ്റ്. കാരണം അതെന്താണെന്ന് അറിയാവുന്ന അങ്ങോട്ടേക്ക് വന്ന് ഗോവിന്ദനോട് ചോദിക്കണം. ഗോവിന്ദൻ പറഞ്ഞു, അതറിയത്തില്ല, അതാണ് സ്നേഹം. ദേ, ആ ഓംലേറ്റിനകത്ത് കുറച്ച് സ്നേഹം കൂടെ ചാലിച്ച ഉണ്ടായിക്കൊണ്ട് വന്നേ, അതുകൊണ്ട് അതിന് ഇരട്ടി ടേസ്റ്റ് ആയിരുന്നു. കണ്ണേടിനകത്ത് തോന്നിയില്ലെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗോവിന്ദന് ചിരി വന്നു. കാരണം രാധികാമ്മ ഇങ്ങനെ കടന്നല് കുത്തിയ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദൻ പറഞ്ഞു, നല്ല രുചി ഉണ്ടായിരുന്നു പറയാം, ഞാൻ ഇത്ര ആസ്വദിച്ച് കഴിച്ചിട്ടില്ലെന്ന് പറയാം. അതാണ് സ്നേഹം കൊണ്ട് തരുന്നതിന്റെ. ഇപ്പം പാവയ്ക്കാൻ നീരാണെങ്കിൽ സ്നേഹം കൊണ്ട് തരുവാണെങ്കിൽ അത് നമുക്ക് മധുരമായിട്ട് തോന്നുന്നു പറയാം. അത് തരുന്ന ആളുടെ മനസ്സാണ് നമ്മൾ നോക്കേണ്ടതെന്ന് പറയണം. അങ്ങനെ രാധികാമ്മ ഞങ്ങളുടെ അവിടെ ഇട്ട് അങ്ങോട്ട് വലിച്ചു കീറുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനിയിപ്പം ചക്കിനെ വെച്ചത് കൊക്കിനും ഉണ്ടെന്ന് പറഞ്ഞാല് അവിടെ ബാക്കി മാവിരിപ്പുണ്ട്. മിക്കവാറും കാഞ്ചന അതെടുത്ത് ഉണ്ടാക്കി മിക്കവാറും രാധികാമ്മയ്ക്ക് ആർക്കെങ്കിലും കൊടുക്കുകയൊക്കെ ചെയ്യും. അവസാനം അവർക്ക് ടെട്ടിന് പണി കിട്ടുക തന്നെ ചെയ്യും. അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു.